നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കടന്നിരിക്കുന്നു. ഗ്രൂപ്പ് 2 ആര് സെമി ഫൈനലിലേക്ക് കടക്കും എന്നുള്ളത് അറിയാൻ നമ്മൾ അവസാന റൗണ്ട് വരെ കാത്തിരിക്കണം. ഇന്നലെ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കയോട് തോൽക്കുകയും ഇന്ന് രാവിലെ വെസ്റ്റ് ഇൻഡീസ് USA വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയും ചെയ്തതോടുകൂടി കാര്യങ്ങൾ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു. ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് ഗ്രൂപ്പ് 2 മാറുന്നു എന്നർത്ഥം. ഇപ്പോൾ കളിച്ച് 2 കളിയും വിജയിച്ച് 4 പോയിന്റോടെ സൗത്ത് ആഫ്രിക്ക നിൽക്കുന്നു. അടുത്ത കളി നാളെ USA വലിച്ചു കീറാനായിരിക്കും ഇംഗ്ലണ്ടും ശ്രമിക്കുക. കാരണം നെറ്റ് റൺ റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ന് USA വലിച്ചു കീറിയ വെസ്റ്റ് ഇൻഡീസ് അവരുടെ നെറ്റ് റൺ റേറ്റ് മികച്ച രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ അത് ആവർത്തിക്കാൻ ഇംഗ്ലണ്ട് ശ്രമിക്കും. ഇംഗ്ലണ്ട് ജയിച്ചാൽ ഇംഗ്ലണ്ടിന് 4 പോയിന്റ് ആവുകയും ചെയ്യും. പിന്നെയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന്റെ കളി വരുന്നത്. വെസ്റ്റ് ഇൻഡീസ് സ്വാഭാവികമായിട്ടും വിജയിച്ചേ പറ്റൂ എന്ന രൂപത്തിലേക്ക് എത്തും. അവർ വിജയിക്കുകയാണെങ്കിൽ നോക്കുക, ഈ ഗ്രൂപ്പ് 2 3 ടീമുകൾക്ക് 4 വീതം പോയിന്റുകളാവും. അതോടുകൂടി നെറ്റ് റൺ റേറ്റ് ആയിരിക്കും ആരാണ് സെമി ഫൈനലിലേക്ക് എത്തുക എന്ന കാര്യം തീരുമാനിക്കുക. ചുരുക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്ക് ഗ്രൂപ്പ് 2 ഇതാ ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യ കളിയിൽ ഇംഗ്ലണ്ടിനോട് തോറ്റത് കൊണ്ട് തന്നെ മികച്ചൊരു വിജയം വേണമായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് USAക്കെതിരെ. USA അവർ ആ രൂപത്തിൽ തന്നെ അങ്ങ് കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. വെറും 128 റൺസിന് ഓൾ ഔട്ട് ആക്കി USA വെസ്റ്റ് ഇൻഡീസ്. മറുപടി ബാറ്റിംഗ് നോക്കുക, 55 പന്തുകൾ ശേഷിക്കെ, അതായത് 10.5 ഓവറുകളിൽ തന്നെ അവർ കളി അങ്ങ് തീർത്ത് കഴിഞ്ഞിരുന്നു. 130 റൺസ്, 1 വിക്കറ്റ് നഷ്ടത്തിൽ അവരത് അടിച്ചെടുത്തു എന്നർത്ഥം. USAയുടെ ബാറ്റിങ്ങിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ഗൗസും നിതീഷ് കുമാറുമായിരുന്നു. ഗൗസ് 29 റൺസ്, നിതീഷ് കുമാർ 20 റൺസ് അടിച്ചു. പിന്നെ മിലിന്ദ് കുമാറിന്റെ 19 റൺസ്. അങ്ങനെയുള്ള ചെറിയ സംഭാവനകൾ വെച്ചിട്ട് അവർ 128 റൺസിലേക്ക് എത്തി. റസലും ചേസും 3 വീതം വിക്കറ്റുകളാണ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ വിൻഡീസിന്റെ ഓപ്പണർ ഷായ് ഹോപ്പ് പൊളിച്ചങ്ങ് അടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹ ഓപ്പണർ ചാൾസ് 14 പന്തിൽ 15 റൺസുമായിട്ട് മടങ്ങി. പിന്നെ നിക്കോളാസ് പൂറൻ അതേപോലെ മികച്ച രൂപത്തിൽ അടിച്ചുകൊണ്ട് ഷായ് ഹോപ്പിന് പിന്തുണ നൽകി കളി അങ്ങ് അവസാനിപ്പിച്ചു. ഹോപ്പ് നോക്കുക, 39 പന്തുകൾ, 4 ഫോറും 8 സിക്സറുകളും. സിക്സർ മഴ അങ്ങ് പെയ്യിച്ചു. 82 റൺസ്, നോട്ട് ഔട്ട് 210.26 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. പൂറനാവട്ടെ 12 പന്തിൽ നിന്ന് 27 റൺസ്, 3 സിക്സറും 1 ഫോറും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുകയും ചെയ്തു. റിസൾട്ട് നോക്കുക, വെസ്റ്റ് ഇൻഡീസിന്റെ നെറ്റ് റൺ റേറ്റ് വലിയ രൂപത്തിൽ വർദ്ധിച്ചു. മൈനസിൽ നിന്നിരുന്ന നെറ്റ് റൺ റേറ്റ് ആണ് അത് +1.814 എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. 2 കളികൾ അവർക്ക് 2 പോയിന്റ്, ഇംഗ്ലണ്ട് 2 കളികൾ 2 പോയിന്റ്, പക്ഷേ +0.412 ആണ് ഇംഗ്ലണ്ടിന്റെ നെറ്റ് റൺ റേറ്റ്. സോ USAക്കെതിരെ നാളെ ഒരു കിടിലൻ പ്രകടനത്തിലായിരിക്കും ജോസേട്ടനും സംഘവും ശ്രമിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.